ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. സംസ്ഥാനത്ത് പനിമരണങ്ങൾ വർദ്ധിക്കുന്നു. 5 മാസത്തിനിടെ എലിപ്പനി ബാധിച്ചു മരിച്ചത് 90 പേർ. ഡെങ്കിപ്പനി പിടിവിട്ട് 48 പേർക്ക് ജീവൻ നഷ്ടമായി. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ CIയുടെ നേതൃത്വത്തിലുള്ള കരിക്ക് കൊണ്ടുള്ള മർദ്ദനം മധ്യവയസ്കന്റെ 2 വാരിയെല്ലുകൾ പൊട്ടിയതായി സ്കാനിംഗിൽ കണ്ടെത്തി. ഇന്ത്യയിൽ നിന്നും ആളുകളെ വിദേശത്തേക്ക് കടത്തി അവയവ കച്ചവടം നടത്തിയിരുന്ന ഏജന്റ് പിടിയിൽ. വലപ്പാട് സ്വദേശി സബിത്ത് നാസറാണ് കൊച്ചിയിൽ പിടിയിലായത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് പനിമരണങ്ങൾ വർദ്ധിക്കുന്നു. 5 മാസത്തിനിടെ എലിപ്പനി ബാധിച്ച് മരിച്ചത് 90 പേർ. ഡെങ്കിപ്പനി പിടിവിട്ട് 48 പേർക്ക് ജീവൻ നഷ്ടമായി. ആരോഗ്യവകുപ്പ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതും രോഗം സംശയിക്കുന്നവരുടെയും കണക്കുകളാണിത്. ഈ മാസം ഇതുവരെ എലിപ്പനി ബാധിച്ച് 8 പേരും ഡെങ്കിപ്പനി ബാധിച്ച് 5 പേരും മരിച്ചു. മഞ്ഞപ്പിത്തം ബാധിച്ചുള്ള മരണങ്ങളിലും വർധനയെന്ന് കണക്കുകൾ. വേനൽ മഴ സജീവമായതോടെ സംസ്ഥാനത്ത് പനി ബാധിതരുടെ എണ്ണത്തിലും വലിയ വർധനയാണ്. എലിപ്പനിയും ഡെങ്കിപ്പനിയുമാണ് ജീവൻ എടുക്കുന്നത്. 5 മാസത്തിനിടയിൽ എലിപ്പനി ബാധിച്ച് 90 പേർ മരിച്ചു. ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചത് 48 പേർ. ആരോഗ്യവകുപ്പ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതും രോഗം സംശയിക്കപ്പെടുന്നവരുടെയും കണക്കുകളാണ് ഇത്. മെയ് മാസത്തിൽ മാത്രം എലിപ്പനി ബാധിച്ച് 8 പേരും ഡെങ്കി ബാധിച്ച് 5 പേരും മരിച്ചു. മഞ്ഞപ്പിത്ത മരണങ്ങളിലും വർധനയുണ്ട്. ഹെപ്പറ്റൈറ്റിസ് A ബാധിച്ച് ഈ വർഷം മരിച്ചത് 15 പേരാണ്. 3 പേർ ഹെപ്പറ്റൈറ്റിസ് B ബാധിച്ചും മരിച്ചു. പകർച്ചപ്പനിക്കെതിരെ അതീവ ജാഗ്രത വേണമെന്നാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശം. പ്രായമായവരിലും കുട്ടികളിലും രോഗം തീവ്രമാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് നിർദ്ദേശം. മീഡിയ ടൈം, കൊച്ചി. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ CIയുടെ നേതൃത്വത്തിൽ നടന്ന കരിക്ക് കൊണ്ടുള്ള മർദ്ദനത്തിൽ മധ്യവയസ്കന്റെ 2 വാരിയെല്ലുകൾ പൊട്ടിയതായി സ്കാനിംഗിൽ കണ്ടെത്തി. മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകിയെങ്കിലും ആരോപണ വിധേയനായ അന്തിക്കാട് CI വിനീഷ്, പോലീസുകാരനായ അനൂപ് എന്നിവർക്കെതിരെ നടപടിയുണ്ടായില്ലെന്ന് പരാതിക്കാർ പറയുന്നു. 10 ദിവസം മുൻപാണ് അരിമ്പൂർ വെളുത്തൂർ സ്വദേശി വടക്കുംതല വീട്ടിൽ സുനിൽകുമാറിനെ വെളുത്തൂർ ക്ഷേത്രത്തിൽ നടന്ന ഗാനമേളയ്ക്കിടെ ഉണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് അന്തിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. സുനിൽകുമാറിന്റെ സഹോദരി പുത്രനടക്കം 15ഓളം പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരെ പുലർച്ചെയോടെ സമീപത്തുള്ള പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിലെത്തിച്ച് കരിക്ക് തുണിയിൽ കെട്ടി ക്രൂരമായി മർദ്ദിച്ചതായാണ് പരാതി. തന്നെ CI വിനീഷും പോലീസുകാരനായ അനൂപും ചേർന്നാണ് മർദ്ദിച്ചതെന്ന് സുനിൽകുമാറിന്റെ പരാതിയിൽ പറയുന്നുണ്ട്. നെഞ്ചിലും മുഖത്തും മർദ്ദിച്ചു. കരിക്ക് തുണിയിൽ പൊതിഞ്ഞ് 7 തവണ മർദ്ദിച്ചുവെന്നും പരാതിയിൽ പറയുന്നുണ്ട്. പോലീസ് വിട്ടയച്ച ശേഷം സുനിൽകുമാർ അടക്കം 6 പേർ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സുനിൽകുമാറിന്റെ വലതുവശത്ത് പുറം ഭാഗത്ത് 2 വാരിയെല്ലുകൾ പൊട്ടിയതായും ലങ്സിന് ചുറ്റും വായു കെട്ടി നിൽക്കുന്നതായും കണ്ടെത്തിയത്. ഓപ്പറേഷൻ നടത്താനായി വരും ദിവസങ്ങളിൽ ഇദ്ദേഹത്തിന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തണം. വീട്ടിൽ കടുത്ത വേദന മൂലം അധികം നടക്കാനോ ഇരിക്കാനോ പറ്റാത്ത അവസ്ഥയിലാണ് സുനിൽകുമാർ. അമ്മ ശാന്തയാണ് സഹായത്തിനുള്ളത്. ഞങ്ങളുടെ പഴയ അന്തിക്കാട് സ്റ്റേഷനിൽ ഉള്ളിൽ കൊണ്ടുപോയിട്ട് അതിക്രൂരമായി മർദ്ദിച്ചു. എൻ്റെ വാരിയലുകൾക്ക് പൊട്ടുകളുണ്ടായി. പിന്നെ 7 ഇടി തന്നെ ഇടിച്ചു. ഒരു ചവിട്ട് ചവിട്ടി, പിന്നെ മുഖത്തൊരു ഇടി ഇടിച്ചു. പറയാൻ കൊള്ളില്ലാത്ത തരത്തിലുള്ള തെറികളാണ് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരൻ പറഞ്ഞത്. എന്നൊരു പട്ടീനെ തല്ലണ പോലെയാണ് അദ്ദേഹം പെരുമാറിയിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരൻ. CIക്കും പോലീസുകാരനുമെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി, മനുഷ്യാവകാശ കമ്മീഷൻ, DGP, പട്ടികജാതി ക്ഷേമ വകുപ്പ് എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇവർക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കണമെന്നാണ് സുനിൽകുമാർ ആവശ്യപ്പെടുന്നത്. ഇന്ത്യയിൽ നിന്നും ആളുകളെ വിദേശത്തേക്ക് കടത്തി അവയവ കച്ചവടം നടത്തിയിരുന്ന ഏജന്റ് പിടിയിൽ. തൃശൂർ വലപ്പാട് സ്വദേശി സബിത്ത് നാസറാണ് കൊച്ചിയിൽ പിടിയിലായത്. ഇയാളുടെ ഫോണിൽ നിന്നും അവയവ കച്ചവടത്തിന്റെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചതായാണ് റിപ്പോർട്ട്. അവയവ മാഫിയ സംഘത്തിലെ പ്രധാന കണ്ണിയെ അറസ്റ്റ് ചെയ്ത് പോലീസ്. തൃശൂർ സ്വദേശി സബിത്താണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പിടിയിലായത്. ആളുകളെ ഇറാനിൽ എത്തിച്ചാണ് അവയവം എടുത്തിരുന്നത്. ചെറിയ തുക നൽകി വലിയ തുകയ്ക്ക് അവയവം വിൽക്കുകയാണ് ചെയ്യുന്നത്. നിരവധി പേരെ ഇത്തരത്തിൽ പ്രതി ഇറാനിലെത്തിച്ച് അവയവം കവർന്നെന്നാണ് വിവരം.
രാജ്യാന്തര റാക്കറ്റിലെ പ്രധാന ഏജന്റാണ് പിടിയിലായ സബിത്ത് എന്ന് പോലീസ് പറയുന്നു. വലിയ തുക നൽകാമെന്ന് വാഗ്ദാനം നൽകിയാണ് പ്രതി ആളുകളെ ഇറാനിൽ എത്തിക്കുന്നത്. പിന്നീട് അവയവം കവർന്ന ശേഷം തുച്ഛമായ തുക നൽകി തിരികെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ലഭിക്കുന്ന അവയവം അന്താരാഷ്ട്ര മാർക്കറ്റിൽ വലിയ തുകയ്ക്ക് പ്രതി മറച്ചു വിൽക്കുകയും ചെയ്യും. നെടുമ്പാശ്ശേരി പോലീസിന്റെ കസ്റ്റഡിയിലാണ് പ്രതി. മീഡിയ ടൈം, നെടുമ്പാശ്ശേരി. വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ ദക്ഷിണേന്ത്യയിലെ കാട്ടാനകളുടെ കണക്കെടുക്കുന്നു. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങൾ ചേർന്ന് രൂപീകരിച്ച അന്തർ സംസ്ഥാന ഏകോപന സമിതിയുടെ നേതൃത്വത്തിലാണ് കണക്കെടുപ്പ്. അന്തിമ റിപ്പോർട്ട് ജൂലൈ 9 സമർപ്പിക്കും. മെയ് 23, 24, 25 എന്നീ തീയതികളിലായിരിക്കും കണക്കെടുപ്പ് നടക്കുക. ജൂലൈ 9 അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കും. കേരളത്തിലെ കാട്ടാനകളുടെ എണ്ണം തിട്ടപ്പെടുത്തുന്നതിന് വനം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഈ ദിവസങ്ങളിൽ കണക്കെടുപ്പ് നടത്തുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. ഇതേ ദിവസം തന്നെ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളും അവരുടെ കാടുകളിലെ കാട്ടാനകളുടെ കണക്കെടുക്കും. 3 വ്യത്യസ്ത മാർഗങ്ങളിലൂടെയാണ് ആനകളുടെ എണ്ണം കണക്കാക്കുക. 23 നേരിട്ടുള്ള കണക്കെടുപ്പ് രീതിയായ ബ്ലോക്ക് കൗണ്ട് മെത്തേഡിലും 24 പരോക്ഷ കണക്കെടുപ്പായ ഡങ് കൗണ്ട് മെത്തേഡിലും 25 വാട്ടർ ഹോൾ അല്ലെങ്കിൽ ഓപ്പൺ ഏരിയ കൗണ്ട് മെത്തേഡിലുമാണ് കാട്ടാനകളുടെ എണ്ണം പരിശോധിക്കുക. ശേഖരിക്കുന്ന വിവരങ്ങൾ വിദഗ്ധമായ പരിശോധനകൾക്ക് വിധേയമാക്കി ജൂൺ 23 കരട് റിപ്പോർട്ട് തയ്യാറാക്കും. തുടർന്ന് അന്തിമ റിപ്പോർട്ട് ജൂലൈ 9 സമർപ്പിക്കും. 2023 കണക്കെടുപ്പിൽ കേരളത്തിൽ 1920 ആനകൾ ഉള്ളതായിട്ടാണ് കണ്ടെത്തിയത്. 1382 വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ് 2023 കണക്കെടുപ്പിൽ പങ്കാളികളായത്. മീഡിയ ടൈം, കൊച്ചി. കേരളത്തിൽ 4 ജില്ലകളിൽ അടുത്ത 3 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലാണ് അടുത്ത 3 ദിവസത്തേക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. കാലവർഷം മെയ് 31 കേരളത്തിൽ എത്തിച്ചേർന്നേക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. മറ്റ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കാലവർഷം അടുത്ത 36 മണിക്കൂറിനുള്ളിൽ തെക്കൻ കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, തെക്കൻ ആൻഡമാൻ കടൽ, നിക്കോബാർ ദ്വീപ് എന്നിവിടങ്ങളിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്നും തുടർന്ന് മെയ് 31 കേരളത്തിൽ എത്തിച്ചേർന്നേക്കാമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തെക്കൻ തമിഴ്നാടിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നു. തെക്കൻ ഛത്തീസ്ഗഡിൽ നിന്നും തെക്കൻ കർണാടക വരെ ന്യൂനമർദ്ദപാത്തി രൂപപ്പെട്ടിരിക്കുന്നു. മറ്റൊരു ന്യൂനമർദ്ദപാത്തി മറാത്തുവാഡയിൽ നിന്ന് തെക്കൻ തമിഴ്നാട് വഴി ചക്രവാത ചുഴിയിലേക്ക് നീണ്ടു നിൽക്കുന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. ഇനി നാട്ടിൽ നടന്നത്. ആളൂരിൽ MDMAയുമായി യുവാവ് അറസ്റ്റിൽ. താഴേക്കാട് സ്വദേശി തോട്ടത്തിൽ അരുണാണ് അറസ്റ്റിലായത്. ഇയാളിൽ നിന്ന് 18.020 ഗ്രാം MDMA പിടികൂടി. വീട്ടിലെ കിടപ്പുമുറിയിലെ ബെഡിലെ രഹസ്യ അറയിൽ നിന്നാണ് MDMA കണ്ടെത്തിയത്. SI-മാരായ രഘു രാധാകൃഷ്ണൻ, ധനലക്ഷ്മി, CPOമാരായ ബിലഹരി, രതീഷ്, ഹരികൃഷ്ണൻ, അനീഷ്, സ്പെഷ്യൽ ബ്രാഞ്ച് SI ബാബു TR എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. പുതുക്കാട് മലഞ്ചരക്ക് സാധനങ്ങൾ മോഷണം പോയി. പുതുക്കാട് കണ്ണമ്പത്തൂർ കപ്പേളക്ക് സമീപം കാളൻ മലഞ്ചരക്ക് വ്യാപാര കടയിൽ ഇന്നലെ രാത്രിയാണ് ചുമർ തുറന്ന ഏകദേശം 60,000 രൂപയുടെ സാധനങ്ങൾ മോഷണം പോയത്. സമീപത്ത് താമസിച്ചിരുന്ന വീട്ടുകാർ വീടുപണി മൂലം മാറി താമസിക്കുകയാണ്. പാവുണ്ണി കാളനാണ് സ്ഥാപന ഉടമ. ജാതിക്കായ, ജാതിപത്രി, അടക്ക, കുരുമുളക് എന്നിവയാണ് മോഷണം പോയത്. പുതുക്കാട് പോലീസിൽ പരാതി നൽകി. SNDP യൂണിയന്റെ ആഭിമുഖ്യത്തിൽ 2 ദിവസങ്ങളിലായി പറവൂരിൽ ആരംഭിച്ച ശ്രീനാരായണ ദർശനോത്സവം സമാപിച്ചു. യൂണിയൻ പ്രസിഡന്റ് CN രാധാകൃഷ്ണൻ അധ്യക്ഷനായി. യൂണിയൻ സെക്രട്ടറി ഷൈജു മനക്കപ്പടി മുഖ്യപ്രഭാഷണം നടത്തി. ബിന്ദു ബോസ്, ഷീബ, അഖിൽ ശാന്തി, D ബാബു, ബിജു പുളിക്കലേടത്ത്, MP ബിനു, നിമിഷ, ജിബിലീഷ് എന്നിവർ സംസാരിച്ചു. സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഷൈജു മനക്കപ്പടി അധ്യക്ഷനായി. SNDP യോഗം പ്രസിഡന്റ് ഡോക്ടർ MN സോമൻ, നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ പ്രമുഖ വ്യക്തികളെ ആദരിച്ചു.
മാള അരവിന്ദന്റെ 9ാം ചരമവാർഷികത്തോടനുബന്ധിച്ചുള്ള അനുസ്മരണ യോഗം അരവിന്ദ സ്മരണ VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മലയാളികൾ എവിടെയുണ്ടോ ആ മാളയുടെ പേര് അവിടെയെല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ സാന്നിധ്യമായിട്ട് മാറിയിട്ടുള്ളത് തീർച്ചയായിട്ടും മാള അരവിന്ദൻ എന്നുള്ള കലാകാരനിലൂടെയാണ് എന്നുള്ളത് തന്നെയാണ്. യാതൊരു സംശയവും ആർക്കും വേണ്ട കാര്യം. നാട്ടിൻപുറത്ത് നിന്ന് വളർന്ന ഒരു കലാകാരനാണ്. ഇന്ദ്രൻസ് എന്നതുപോലെ തന്നെ നാട്ടിൻപുറങ്ങളിൽ നിന്ന് സാധാരണക്കാരനായിട്ട് വളർന്നു. അതാണ് വ്യത്യസ്തകൾ. നടന്മാരുടെ വ്യത്യസ്തകളുണ്ട്, സാമൂഹ്യ പശ്ചാത്തലങ്ങളിലൊക്കെ തന്നെ വ്യത്യസ്തകളുണ്ട്. അത്തരത്തിൽ ഉള്ള നാട്ടിൻപുറങ്ങളിൽ നിന്ന് നടന്നു വരുന്ന ഏറ്റവും നല്ല കലാകാരന്മാരായിട്ട് നമുക്കിടയിൽ നിലനിൽക്കുന്ന അപൂർവമായിട്ടുള്ള ആളുകൾ. മാള അരവിന്ദൻ ഫൗണ്ടേഷൻ പ്രസിഡന്റ് ഡോക്ടർ രാജു ഡേവിസ് പെരേപ്പാടൻ അധ്യക്ഷത വഹിച്ചു. സിനിമാ താരം ഇന്ദ്രൻസ് മുഖ്യാതിഥിയായിരുന്നു. എന്നെ വിളിച്ചിട്ട് ചേട്ടൻ്റെ ഇങ്ങനെ അനുസ്മരണമാണ്, എപ്പോഴും സമയമുണ്ട് ഒരു സമയം പറയാം. ഞാൻ പറയാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കുറച്ചെടുത്തെങ്കിലും ആദ്യമായിപ്പോയി. നാളെ ചേട്ടൻ്റെ അനുസ്മരണത്തിന് ഞാൻ എന്റെ സൗകര്യം പറയാന്ന് വെച്ചാൽ ഗുരുത്തൊക്കെയായിട്ട് എനിക്ക് തോന്നി. ഉടനെ തിരിച്ചു വിളിച്ചിട്ട് തീരുമാനിക്കുന്ന ദിവസം എവിടെയായാലും വന്നോളാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇന്ന് വന്നപ്പോൾ രാഷ്ട്രീയ ചേച്ചിക്കാൻ വേണ്ടി മക്കളെല്ലാവരും ഉണ്ട്. അതുപോലെ ഇവിടെ മണച്ചേട്ടനെ സ്നേഹിക്കുന്ന ഒരു സാംസ്കാരിക പ്രമുഖർ എല്ലാവരും ഉള്ളൊരു വേദിയിൽ വരാൻ വേണ്ടിയതെന്ന് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അദ്ദേഹത്തിന് MLA പറഞ്ഞ കാര്യങ്ങൾ സാധ്യമാകട്ടെ. തലമുറകൾ മാറുമ്പോൾ ആദ്യകാലത്ത് എനിക്ക് തോന്നിയ സംശയങ്ങൾ കുട്ടികൾക്ക് തോന്നാറുണ്ടല്ലോ. നമ്മുടെ നാടിൻ്റെ വിശുദ്ധിയൊക്കെ തലമുറകളോട് നിൽക്കണം. അത് കലാകാരന്മാര് രാഷ്ട്രീയക്കാരെ പോലെ കൗശലക്കാരല്ല. നാടക സംഗീത സംവിധാന രംഗത്ത് 2 തവണ സംസ്ഥാന അവാർഡ് നേടിയ അനിൽ മാളയെ ചടങ്ങിൽ വെച്ച് ഇന്ദ്രൻസ് ആദരിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ, പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശോഭന ഗോകുൽനാഥ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ A അഷ്റഫ്, വാർഡ് മെമ്പർ നീത ജോഷി, ഷാൻഡി ജോസഫ് തട്ടകത്ത്, അബ്ബാസ് മാള, പ്രമോദ് മാള, കിഷോർ അരവിന്ദ്, ഡേവിസ് പാറേക്കാട്ട് എന്നിവർ സംസാരിച്ചു. പുത്തഞ്ചിറ പൂത്തിരി അംഗനവാടിയുടെ പ്രവർത്തകരായിരുന്ന പ്രമീളക്കും വാസന്തി ദേവിക്കും നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ഉദ്ഘാടനം ചെയ്തു. VA നദീർ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP വിദ്യാധരൻ മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് മെമ്പർ MM ഷമേജ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വസന്തി സുബ്രഹ്മണ്യൻ, ബ്ലോക്ക് മെമ്പർ രമാ രാഘവൻ, പഞ്ചായത്ത് മെമ്പർമാരായ അരുൺ രാജ്, VN രാജേഷ്, പത്മിനി ഗോപിനാഥ്, പുത്തഞ്ചിറ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് MP സെയ്തു, മുൻ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ TK ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. എടവിലങ്ങ് പഞ്ചായത്തുകുളം പഞ്ചമി ആർട്സ് സ്പോർട്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. E.T. ടേഷൻ MLA പഠനോപകരണത്തിൻ്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് മുഹമ്മദ് നൈസാം അധ്യക്ഷത വഹിച്ചു. എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരിച്ചാലിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MR കൈലാസൻ, വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു രാധാകൃഷ്ണൻ, PA താജുദ്ദീൻ, PB ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. മാള മുഹിദ്ദീൻ ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കാനായി പുറപ്പെടുന്നവർക്ക് യാത്രയയപ്പ് നൽകി. മഹല്ല് പ്രസിഡന്റ് A അഷ്റഫിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ ചടങ്ങ് ഉസ്താദ് അബൂബക്കർ ഫൈസി ചെങ്ങമനാട് ഉദ്ഘാടനം ചെയ്തു. ഇമാം സുബൈർ മന്നാനി സന്ദേശം നൽകി. KA നാസർ, SA റിയാസ്, സൈഫുദ്ദീൻ നാലകത്ത്, സഗീർ കടവിൽ എന്നിവർ സംസാരിച്ചു. KPMS പഴൂക്കര മോഡേൺ കുന്ന് ശാഖയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 വിദ്യാർത്ഥികളെ ആദരിക്കലും പഠനോപകരണ വിതരണവും നടത്തി. PS അഭിലാഷ് അധ്യക്ഷത വഹിച്ച സമ്മേളനം KPMS മാള ഏരിയ യൂണിയൻ സെക്രട്ടറി MC വിനയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു പഠനോപകരണ വിതരണവും SSLC +2 വിദ്യാർത്ഥികളെ ആദരിക്കലും നടത്തി. കിരൺ, PC മണി, വിപിൻ, PK വിശ്വംഭരൻ, PC അഭയൻ, KV സുബ്രൻ എന്നിവർ സംസാരിച്ചു. ബാലസംഘം മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊയ്യ B.Ed കോളേജിൽ വെച്ച് ഹാപ്പിനെസ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. E.K. നയനാരുടെ ചരമദിനത്തിൽ സംഘടിപ്പിച്ച പരിപാടി CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു.
സംഘാടക സമിതി ചെയർമാൻ CS രഘു, CPM ഏരിയ സെക്രട്ടറി സന്തോഷ്, മീര, സുനിൽ, ലക്ഷ്മണൻ, PS ഭുവനരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളുടെ നാടൻ കളികളും നാടൻ പാട്ടും അരങ്ങേറി. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. സംസ്ഥാനത്ത് പനിമരണങ്ങൾ വർദ്ധിക്കുന്നു. 5 മാസത്തിനിടെ എലിപ്പനി ബാധിച്ചു മരിച്ചത് 90 പേർ. ഡെങ്കിപ്പനി പിടിവിട്ട് 48 പേർക്ക് ജീവൻ നഷ്ടമായി. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ CIയുടെ നേതൃത്വത്തിലുള്ള കരിക്ക് കൊണ്ടുള്ള മർദ്ദനം മധ്യവയസ്കന്റെ 2 വാരിയെല്ലുകൾ പൊട്ടിയതായി സ്കാനിങ്ങിൽ കണ്ടെത്തി. ഇന്ത്യയിൽ നിന്നും ആളുകളെ വിദേശത്തേക്ക് കടത്തി അവയവ കച്ചവടം നടത്തിയിരുന്ന ഏജന്റ് പിടിയിൽ. വലപ്പാട് സ്വദേശി സബിത്ത് നാസറാണ് കൊച്ചിയിൽ പിടിയിലായത്. ന്യൂസ് റൗണ്ടപ്പ് പൂർണ്ണമാകുന്നു. നമസ്കാരം.